തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്ത് ഇന്നലെ 12 വയസ്സുള്ള ഇജാസ് എന്ന് പേരുള്ള ഒരു കുട്ടി കടലിലിറങ്ങിയപ്പോൾ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മുഴുവനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കണേ. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്ത് ഇന്നലെ 12 വയസ്സുള്ള ഇജാസ് എന്ന് പേരുള്ള ഒരു കുട്ടി കടലിലിറങ്ങിയപ്പോൾ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ കുട്ടി 2-3 കൂട്ടുകാരോടൊപ്പം കടൽ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കടലിൽ കൂട്ടുകാരോടൊപ്പം ഇറങ്ങി. പെട്ടെന്ന് ഇവനാ തിരയിൽ പെട്ടു. അങ്ങനെ കൂടെയുള്ള കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് പുറത്തേക്ക് ഓടി വന്ന് ആളുകളെല്ലാവരും കൂടി ചെന്നെടുത്ത് ആ പാവം പൊന്നുമോനെ എടുത്ത് കരക്കെടുത്തിട്ട് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും ഹയാത്ത് ഹോസ്പിറ്റലിൽ പക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു വേനലവധിക്ക് നമ്മൾ ഏറ്റവും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തോട്ടിൽ വീണുള്ള മരണം, വെള്ളത്തിൽ വീണുള്ള മരണം, പുഴയിൽ കുളിക്കാനിറങ്ങിയാൽ, കടലിൽ കുളിക്കാനിറങ്ങിയാൽ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ദുരന്തമല്ലേ ഇത്. ആ ഒരു പൊന്നുമോൻക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുക, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ്. ഒരു SDP ഒരു മകനാണ്. വലിയ സങ്കടം തോന്നിയത് കണ്ടപ്പോൾ. നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു കുളത്തിൻ്റെയോ പുഴയുടെയോ കടലിൻ്റെയോ ഒക്കെ സൗന്ദര്യം കാണാം. അതിൻ്റെ പിന്നിലുള്ള അപകടം കടലൊരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. കടലറിവുള്ള ഒരാളാണ്, കടപ്പുറത്ത് താമസിക്കുന്നവനാണെങ്കിൽ പോലും കടലിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറാം. ഈ സമയത്ത് കടൽ സ്വഭാവം മാറുന്നൊരു സമയമാണ്. നമ്മളത് പരമാവധി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഈ ഒരു വേനലിൽ നിരവധി ആളുകൾ വെള്ളത്തിൽ പോയിട്ടും പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടും കയത്തിൽ പെട്ടിട്ടും മരണപ്പെട്ട സംഭവങ്ങളുണ്ട്. നമുക്ക് ഒഴിവാക്കാനാവുന്നൊരു ദുരന്തങ്ങളല്ലേ. നമുക്ക് അവയർനെസ് നമ്മുടെ മക്കൾക്ക് കൊടുത്തുവിടാം. നിങ്ങളുടെ മക്കൾക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ടൂറ് പോയിട്ട് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു അശ്രദ്ധ കൊണ്ട് കുട്ടികൾ വിരുന്ന് വന്നിട്ട് തൊട്ടടുത്തുള്ള വെള്ളക്കെട്ടിൽ പോയി വീണ് മരിച്ചത് പൂക്കോട്ടൂർ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാനാവുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെ. ആ ഒരു ഇജാസ് എന്ന് പേരുള്ള ആ പൊന്നുമോൻ്റെ മുഖം കാണുമ്പോൾ പാവം തോന്നുകയാണ്. അള്ളാഹു ആ കുടുംബക്ഷമ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുക. ഒന്ന് ഈ വേനലവധിക്ക് കുളത്തിലോ മറ്റോ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ ഇറങ്ങാം. നീന്തൽ അറിയില്ലെങ്കിൽ ആ പരിസരത്തേക്ക് നിങ്ങൾ പോകണ്ട. നീന്തൽ അറിയുന്നവരാണെങ്കിലും പുഴയുടെ സ്വഭാവങ്ങൾ മാറാം. ചിലപ്പോൾ മണ്ണും മണലൊക്കെ എടുത്ത് കയങ്ങളുണ്ടാവും. നമ്മൾ ഓരോ ദിവസവും ഇത്രയും വാർത്തകൾ കേൾക്കുമ്പോൾ വെറും പ്രാർത്ഥനകൾ മാത്രമല്ല, ഒരു അവയർനെസ്സും കൂടി നമ്മൾ ആലോചിക്കാം. ഇത് നമ്മുടെ മക്കൾക്ക് സംഭവിക്കരുത്, നമുക്ക് സംഭവിക്കരുത് എന്നൊരു ധാരണ ഉണ്ടാവുക. നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി പോവുക. നാളെ നമ്മളും ഇങ്ങനൊരു വാർത്ത ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മൾ പരമാവധി പുഴയിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇറങ്ങാവുന്ന തരത്തിലേക്ക് മാത്രം ഇറങ്ങുക. ദൂരേക്ക് ഒരു ആവേശം കൊണ്ട് ഇറങ്ങി പോകരുത്. നമുക്കറിയാവുന്ന പുഴയാണെങ്കിൽ പിന്നെ നീന്തൽ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ നമ്മുടെ വസ്ത്രം ഒരു പ്രധാന ഘടകമാണ്. ഈ സ്വിമ്മിങ് വസ്ത്രങ്ങളാണ് നമ്മുടെ കയ്യിലുണ്ടാവില്ലല്ലോ. നമ്മൾ സാധാരണ വസ്ത്രം കൊണ്ടല്ലേ ഇറങ്ങുന്നത്. ഇതൊക്കെ രക്ഷിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചാവക്കാട് അപകടം നടന്ന കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചോ മറ്റൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കണം. കൂട്ടത്തിൽ ഇന്ന് SSLC റിസൾട്ട് വന്ന ദിവസമാണ്. വളരെ സന്തോഷം. നിങ്ങളുടെ മക്കൾ എത്ര പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, ഒന്ന് ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. നിങ്ങളുടെ എത്ര A+ കിട്ടിയാലും അൽഹംദുലില്ലാഹ് ഫുൾ A+ കിട്ടിയ നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ കുടുംബത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുകയാണ്. കഴിഞ്ഞ ദിവസം CBSE +2 റിസൾട്ടും വന്നിരുന്നു. അതിൽ വിജയിച്ച ഫുൾ A1 കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, സഹോദരങ്ങൾ, ഫുൾ A+ കിട്ടിയ ആളുകൾ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. എത്ര A+
ആണ് കിട്ടിയിരിക്കണമെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുക. ഒരിക്കലും നമുക്ക് നിരാശരാവേണ്ട ഒരു സംഗതിയല്ല. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഫുൾ A+ കിട്ടിയാൽ നമ്മുടെ വീട്ടിൽ കിട്ടിയൊരു സന്തോഷമാണ്. എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ആരും 10ാം ക്ലാസ് എഴുതിയവരില്ല, അയൽപ്പക്കത്തൊക്കെ ഉണ്ട്. മാഷാ അത് നല്ല റിസൾട്ടാണ്. നന്നായിട്ട് നിങ്ങൾ വേഗത്തിൽ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റൊക്കെ കൊടുക്കുക, നല്ല കോമ്പിനേഷൻ എടുക്കുക, ഭാവി കൂടി നോക്കുക. താത്ത അങ്ങനെ എടുത്തിട്ടുണ്ട് കോഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ ഞാനത് എടുക്കുക, താത്ത സയൻസ് എടുത്തിക്കാണ് ഞാനും. അപ്പോൾ നമ്മളെ കൊണ്ട് നീറ്റ് എഴുതാനും മറ്റും പറ്റുന്ന നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് എടുക്കാം. എല്ലാവരും സയൻസ് എടുത്തിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല കോഴ്സ് ശരിക്കും ഹ്യൂമാനിറ്റീസ് ആണ്. സയൻസ് എടുക്കുകയാണെങ്കിൽ ബയോ സയൻസ് ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം, കൊമേഴ്സ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സബ്ജക്റ്റുകളുണ്ട്. നിങ്ങളുടെ അധ്യാപകരോട് കുട്ടികളുടെ അഭിരുചിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അലോട്ട്മെൻറ്റിന് കൊടുക്കുക. എല്ലാവർക്കും നല്ല സ്കൂളിൽ അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിലരൊക്കെ എയ്ഡഡിൽ ചെന്ന് മാനേജ്മെൻറ്റ് സീറ്റിൽ നേരത്തെ കാശൊക്കെ കൊടുത്ത് സീറ്റ് വാങ്ങുന്നവരുണ്ടാവും. സാധാരണക്കാരായ ആളുകളൊക്കെ അലോട്ട്മെൻറ്റും പ്രതീക്ഷിച്ചിരിക്കും. എന്തായാലും നല്ല കുട്ടികളുടെ പഠന കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒരച്ചടക്കം, നമ്മൾ ഫസ്റ്റ് ആവാൻ വേണ്ടി മാത്രം വാശി പിടിക്കരുത്. നമ്മുടെ മക്കൾ ഫസ്റ്റ് ആയില്ലെങ്കിലും വേണ്ട, ബെസ്റ്റ് ആയാൽ മതി. അപ്പോൾ ഈ ചാനൽ കാണാൻ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നിങ്ങളുടെ മക്കളുടെ റിസൾട്ട് ഒന്ന് താഴെ ഒന്ന് പങ്കുവെക്കണം. സന്തോഷം കൊണ്ടാണ്. അപ്പോൾ ജയിച്ച എല്ലാവർക്കും ഫുൾ A+ കിട്ടിയവർക്കും എത്ര A+ ആണോ കിട്ടിയെങ്കിൽ അവർക്കെല്ലാവർക്കും വിസാൽമയുടെ ഹൃദയം നിറഞ്ഞൊരു അഭിനന്ദനങ്ങൾ. മക്കൾക്ക് നിങ്ങൾ ചോദിക്കുക, മക്കളെ ഏതാണ് നിങ്ങളുടെ അഭിരുചി? സയൻസ് ആണോ? സയൻസ് എടുത്താലുള്ള ഗുണങ്ങൾ പറയാം. ബയോ സയൻസ് എടുക്കുകയാണെങ്കിൽ നീറ്റ് മാത്രമൊന്നുമല്ല, നമുക്ക് ജെയ്ക്ക് പോകാം, വേറെ കോഴ്സിനൊക്കെ പോകാം. ഫിസിക്സ്, അതേപോലെ കെമിസ്ട്രി, ബയോളജി, ചിലർക്ക് മാത്സ്, ബയോളജി, ഇങ്ങനെ കുട്ടിക്ക് ഏതാണോ, അതായത് ഒരു ഫിസിക്സ്, കെമിസ്ട്രി ഇതിലൊക്കെ താല്പര്യമുണ്ട്, മാത്സിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോർ സബ്ജക്റ്റുകൾ എടുക്കുക. അതല്ല കുട്ടിക്ക് ബയോളജിയാണ് താല്പര്യം, ഫിസിക്സും ആണെങ്കിൽ അതനുസരിച്ച് നീറ്റൊക്കെ എഴുതിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഓരോ കുട്ടികൾക്കറിയാലോ കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കുന്ന ഒരു കാലമാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. ഹൈസ്കൂൾ വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. അപ്പോൾ വിസാൽ മീഡിയ കാണുന്ന കുടുംബത്തിന് ആ പൊന്നു മക്കൾക്ക് എൻ്റെ ഈ ഒരു വീട്ടിൽ നമ്മുടെ മക്കളായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതോടൊപ്പം ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കുക. ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യരുത്, അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ ഈ വീഡിയോ ഒരു അവയർനെസ് ആയിട്ട് കാണാം. അപ്പോൾ ആശംസ, നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയാൻ മറക്കരുത്. ഓക്കെ.